ഗോഡ്ലി ഓർഡർ അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമം നമ്മുടെ കുടുംബജീവിതത്തിലുണ്ട്. അത് ദൈവവചനത്തിൽ വളരെ വ്യക്തമാണ്. എന്നാലും പ്രാക്ടിക്കൽ ലൈഫിൽ വാട്ട് ആർ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഒരു ഹസ്ബൻഡും വൈഫും അവരെടുക്കേണ്ടുന്ന സ്ഥാനം നമുക്കറിയാം. 2 ലൈനിൽ പറഞ്ഞപ്പോൾ ദൈവവചനത്തിൻ്റെ പഠിപ്പീര് കഴിഞ്ഞു അല്ലേ? ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ഇത്രയുമേ ഉള്ളൂ ബൈബിളിൽ പറയാൻ. പക്ഷേ അതിനകത്തെല്ലാം ഉണ്ട്. അതെങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ അത് നമ്മൾ ചെയ്തു വരുന്നത്? പിന്നെ കമ്മ്യൂണിക്കേഷൻ, പരസ്പരമുള്ള ആശയവിനിമയം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ദ ഹാർട്ട് ഓഫ് മാരേജ് എന്നാണ് നമ്മൾ പറയുന്നത്. ഏതൊരു വിവാഹ ജീവിതത്തിൻ്റെയും ഹൃദയഭാഗമാണ് നമ്മൾ തമ്മിലുണ്ടായിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ടോക്കിംഗ് ഉണ്ട്, ലിസണിംഗ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഈ എല്ലാ ഭാഗങ്ങളുമുണ്ട്. പലപ്പോഴും നമ്മൾ കാര്യം പറയുന്നുണ്ടെങ്കിലും അത് പകുതിയും കേൾക്കുന്നുമില്ല, മനസ്സിലാകുന്നുമില്ല. അതുകൊണ്ട് വേണ്ടുന്ന ഒരു ആശയവിനിമയം നടക്കുന്നില്ല, അടുപ്പം ഉണ്ടാകുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ചിന്തിക്കണം. പിന്നെ പുരുഷൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, സ്ത്രീയുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യരും അവരുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടാതിരിക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ, അവരുടെ ശാരീരിക, മാനസിക, വൈകാരിക വ്യത്യാസങ്ങൾ ചിലതുണ്ട്. ഇത് നമുക്ക് അങ്ങനെ അറിയത്തില്ല, നമുക്ക് അത്രയും അങ്ങോട്ട് മനസ്സിലാകത്തില്ല. ഇത് ഇവളെന്താ ഇങ്ങനെ കാണിക്കുന്നേ, അല്ലെ ഇദ്ദേഹം എന്താ ഇങ്ങനെ. റിസോൾവിങ് കോൺഫ്ലിക്റ്റ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാം സ്നേഹമായിട്ട് പോകുമ്പോൾ നമുക്ക് അല്ലെങ്കിലും സ്നേഹമാണ്. പക്ഷേ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമ്മൾ തമ്മിലുള്ള ദൂരം കൂടുകയല്ല, അടുപ്പം വർദ്ധിക്കത്തക്ക വിധത്തിൽ നമുക്കെങ്ങനെ ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് പോകാൻ പറ്റും? കാരണം നീ ആ വഴി ഞാൻ ഈ വഴി എന്ന് പറ്റത്തില്ലല്ലോ. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, ഹൗ ക്യാൻ ടു വാക്ക് ടുഗെദർ ഇഫ് യു ഡു നോട്ട് എഗ്രി. ബാക്കി ഏത് ബന്ധത്തിലും വേണേ നമുക്ക് 2 അഭിപ്രായത്തിൽ പോകാം, 2 ദർശനത്തിൽ പോകാം. പക്ഷെ ഒരു കുടുംബജീവിതത്തിൽ നമുക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. ഗുഡ് സെക്ഷുവൽ ലൈഫ് അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ശരീരത്തിലുള്ള ഒരുമ, നമ്മൾ സംസാരിച്ചും ആശയവിനിമയം ചെയ്തും പരസ്പരം മനസ്സിലാക്കിയും വരുന്ന ഒരുമയേക്കാൾ ആഴത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ഭയങ്കര വിവാഹ കിടക്ക എല്ലാവർക്കും നിർമ്മലമാണത്, മാന്യമേറിയതാണെന്ന് പറയുമ്പോൾ ആ സെക്ഷൽ ഇൻറ്റിമസി, ഫിസിക്കൽ ഇൻറ്റിമസി കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മാത്രം ഒരു വിവാഹത്തിൽ വെച്ചിരിക്കുന്ന ഒരു വിഷയമല്ല. ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റവും മാന്യതയേറിയതും കുടുംബജീവിതത്തിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനം 5:21 മുതലൊന്ന് വായിക്കുമോ? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഭാര്യ ഭർത്താവ് എന്നുള്ള റോളുകൾ പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെ പറയുന്നത്, വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു കീഴ്പ്പെടലിൻ്റെ മനോഭാവം അന്യോന്യം ഉണ്ടായിരിക്കണം.
ബി സബ്ജക്റ്റ് ടു വൺ അനദർ. ഞാനൊരു പുരുഷനാണ്, ഞാനൊരു ഭർത്താവാണ്, അതുകൊണ്ട് ഞാനൊരു മുകളിൽ തട്ടിലുള്ള ഒരു സുപ്പീരിയർ ഒരു വ്യക്തിത്വമാണ്. നീ ഒരു പെണ്ണാണ്, നീ ഒരു ഭാര്യയാണ്, അതുകൊണ്ട് നീ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു സൃഷ്ടിയാണ് എന്നൊരു കാഴ്ചപ്പാടേ ദൈവവചനത്തിനകത്തില്ല. ഹല്ലേലൂയ. ദൈവം സ്ത്രീയെയും പുരുഷനെയും രണ്ടുപേരെയും ഒരുപോലെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അത് ഉൽപ്പത്തി പുസ്തകത്തിൽ. അപ്പോൾ അവിടെ ഓർക്കണം, പുരുഷൻ ഒരു ഉയർന്ന വ്യക്തിത്വമാണ്, സ്ത്രീ രണ്ടാം തരത്തിലുള്ള ഒരു സൃഷ്ടിയാണെന്ന് ദൈവമക്കളായ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ശരിക്കും പറഞ്ഞാൽ ആദാമിനെ അല്ലയോ ദൈവം ആദ്യമേ സൃഷ്ടിച്ചത്. ഈ ആദാമും ദൈവവും തമ്മിൽ മനോഹരമായ കൂട്ടായ്മ ഏദൻ തോട്ടത്തിൽ അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ദൈവം ആദാമിനെ നോക്കി എന്തു പറഞ്ഞു? മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല. അതിൻ്റെ അർത്ഥം എന്താ? നീ ഏകനായി ഇരുന്ന് കഴിഞ്ഞാൽ നീ പോരാന്ന്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നീ പോരാ. നിന്നിലൂടെ ഞാൻ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിന്നെ കൊണ്ട് തന്നെ പറ്റത്തില്ല, നടക്കത്തില്ല. യു ആർ ഇൻകംപ്ലീറ്റ്. നിനക്കതുകൊണ്ടൊരു തക്കതായ തുണ, ഹല്ലേലൂയ, ഞാൻ ഉണ്ടാക്കിത്തരും. അങ്ങനെയല്ലേ പറഞ്ഞ് ദൈവം ഹവ്വായെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് തുണ എന്ന് പറയുമ്പോൾ, ഐ വിൽ മേക്ക് യു എ ഹെൽപ്പർ, സഹായി. അപ്പം നമ്മൾ സാധാരണ ഈ ഹെൽപ്പർ എന്നുള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടുള്ളത് എവിടാ? ഹെൽപ്പർ എന്ന് പറയുന്ന ആരെയാ? വണ്ടിക്കകത്ത് ഹെൽപ്പർ, പിന്നെ എവിടാ? വർക്ക്ഷോപ്പിൽ ഒരു നമ്മുടെ മനസ്സിലൊരില്ലോ അല്ലേ, വണ്ടിക്കകത്തെ കിളി പോലൊക്കെ നിൽക്കും. കണ്ടക്ടറും അല്ല, ഡ്രൈവറും അല്ല, പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ ഇത് അടയ്ക്കാനും തുറക്കാനും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ഹെൽപ്പർ. പക്ഷേ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണെന്നറിയാമോ? പാരാക്ലീറ്റോസ്. പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കാണ് നമ്മൾ അവിടെ ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ഒരു സഹായിയായി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞില്ലേ യേശു? ഞാൻ പോകുന്നത് നല്ലതാണ്, പോയാൽ നിങ്ങൾക്ക് സഹായി. ആ സഹായി എന്ന് പറയുന്ന അതേ വാക്കാണ് ഒരു സ്ത്രീക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നിന്റെ കൂട്ടായി, നിന്റെ കമ്പാനിയനായി, നിന്നെ ആശ്വസിപ്പിക്കുന്നവളായി, എല്ലായ്പ്പോഴും നിന്റെ കൂടെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു സഹായിയായിട്ടാണ് ഒരു സ്ത്രീയെ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഭാരത സംസ്കാരത്തിൽ അല്ലേ. ഒന്നെങ്കിൽ ആ അറ്റത്തല്ലേ ഈ അറ്റത്തെന്ന് പറയുന്ന പോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാരെ കാട്ടിലും ഞങ്ങൾ വലിയവരാണെന്ന് പറഞ്ഞ് കൊടി പിടിച്ചുകൊണ്ട് നടക്കുന്നു. ഇവിടെ പുരുഷന്മാരാണ് വലുതെന്ന് പറഞ്ഞ് സ്ത്രീകളെ ചവിട്ടിത്താക്കാൻ നോക്കുന്നു. ഇത് രണ്ടും പാടില്ല അല്ലേ. നിങ്ങൾ ഒത്തിരി ഈ പ്രസംഗത്തിൽ കേട്ടിട്ടില്ലേ, സ്ത്രീയെ ദൈവം എങ്ങനെയാ സൃഷ്ടിച്ചത്? ആദാമിൻ്റെ, ഇതെല്ലാരും കേട്ടതാ, തലേന്നുമല്ല എടുത്തത്, കാലിന്നുമല്ല. ഇത് പാസ്റ്റർമാരുടെ സ്ഥിരം പ്രസംഗമാണ്. വാരിയിൽ നിന്ന് എടുത്തുകൊണ്ട് എപ്പോഴും എവിടെയായിരിക്കണം? സൈഡില് ചേർത്ത് പിടിക്കാനുള്ളവളാണ്. കാലിന്റെ അടിയിലിട്ട് ചവിട്ടാനും പാടില്ല, തലേ കയറ്റി സ്നേഹിച്ച് തലേ കയറാൻ നല്ല മിടുക്കുണ്ട് സ്ത്രീകൾക്ക്. അതും പ്രശ്നമാണ് അല്ലേ. തല എപ്പോഴും പുരുഷൻ തന്നെ ആയിരിക്കണം. ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാറി മാറി അങ്ങ് സംസാരിക്കുക വിവാഹത്തെക്കുറിച്ച്. ഇപ്പോൾ എല്ലാവരും വിവാഹിതരാണ്, കുറച്ച് പേര് വിവാഹം കഴിക്കാൻ പോകുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം, ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ രൂപരേഖയിൽ നിന്ന്, ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ മാറി ഒരു പൈശാചികമായ ഒരു സാമ്രാജ്യം അവരുടെ സിദ്ധാന്തങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാമിലി സെമിനാർ ഭയങ്കര പ്രാധാന്യമേറിയ, നമ്മുടെ കുടുംബജീവിതങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു തലമുറയെ തന്നെ വാർത്തെടുക്കുവാൻ
ഈ ഈ ദൈവവചനത്തിൻ്റെ സത്യങ്ങളും എല്ലാം നമ്മളെ സഹായിക്കും. ആമേൻ. അപ്പോൾ ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ സത്യങ്ങൾ, ഈ വെളിച്ചം, ഈ വെളിപ്പാടുകൾ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഹല്ലേലൂയ ഒരു സ്വാധീനമാണ്. ആമേൻ. ഒരു സ്വാധീനമാണ്. നിങ്ങൾ വെളിച്ചമായി ശോഭിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്വാധീനമാണ്. ആമേൻ. അപ്പോൾ വിവാഹം സാധാരണ രീതിയിൽ ഇന്നിപ്പോൾ വിവാഹത്തെ മലിനീകരിക്കുന്നത് അല്ലേ? വിവാഹം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വിവാഹമൊന്നും വേണ്ട, ഉടമ്പടി ബന്ധമൊന്നും വേണ്ട, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ജീവിക്കാം അല്ലേ? ഇന്ന് ലിവ് ഇൻ മാരേജ്, എത്ര പേർക്ക് ലിവ് ഇൻ അറിയാം? ലിവ് ഇൻ മാരേജസ് അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കല്യാണമൊന്നും വേണ്ട, ഒരുമിച്ച് വെറുതെ കല്യാണം കഴിക്കാതെ കുട്ടികൾ ഒരുമിച്ച് അങ്ങ് ജീവിക്കാൻ തുടങ്ങും. അതെ. അപ്പോൾ ബാധ്യതകളില്ല അല്ലെ? ലിവ് ഇൻ മാരേജസ്, നിങ്ങൾക്ക് ലിവ് ഇൻ മാരേജ് ഇപ്പം അത് ഭയങ്കര കോമൺ ട്രെൻഡായി. കേരളത്തിൽ പോലും കോമൺ ട്രെൻഡായി. വിവാഹം ദൈവത്താൽ സ്ഥാപിതമാണ്. വിവാഹം നല്ലതാണ്. ആ കരമുയർത്തി മാരേജ് ഈ സ്വർഗത്തിന് കീഴിൽ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ ഒരു കാര്യമുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ വിവാഹത്തെ കുറിച്ച് എന്താ? തലവേദനയാ, പ്രശ്ന, വേണ്ട, വിവാഹം വേണ്ട, അതെ, കുരിശാണ്. പക്ഷെ അങ്ങനെയല്ല ദൈവത്തിന് വച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കരമുയർത്തി നമ്മുടെ അനുഭവം എന്താണെങ്കിലും നാം കേട്ടതുപോലെ ദൈവവചനത്തിന്റെ സംസ്കാരവും അനുഭവവും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ആ കരമുയർത്തി എന്ന് പറയാം, വിവാഹം നല്ലതാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ് വിവാഹം. ദൈവം ഈ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച് അവരൊരുമിച്ചൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ അവര് രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. അപ്പൊ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടോ, പരസ്പരം അന്യോന്യം നിങ്ങൾ കീഴ്പ്പെടുവിൻ. 22-ാം വാക്യം, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. അതെ, ഇതിനകത്ത് പല സ്ഥലങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഭർത്താക്കന്മാർക്ക് പറഞ്ഞേ, ഭാര്യമാര് സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരിക്കണം. സബ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിത്വം പോലും ഇല്ലാതെയായി ഭർത്താവ് പറയുന്ന ഏത് മോശപ്പെട്ട കാര്യത്തിനും നമ്മുടെ തല വെച്ച് കൊടുക്കണം എന്നൊരർത്ഥമല്ല അതിനകത്താക്കുന്നത്. പക്ഷേ ഭർത്താവിനോടുള്ള ഒരു കീഴ്പ്പെടൽ, അദ്ദേഹമാണ് തല. പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന ക്രമം. ദൈവിക ക്രമം. ഭർത്താവ് കഴിവ് ഇച്ചിരി കുറവുള്ളയാളാണെങ്കിലും പഠിത്തം കുറവുള്ളയാളാണെങ്കിലും അദ്ദേഹത്തിന് ആ ബഹുമാനം കൊടുക്കണം. അദ്ദേഹമാണ് ആ കുടുംബത്തിന്റെ തലവൻ. അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരിക്കണം. ഓക്കെ, താഴോട്ട് വായിക്കാം നമുക്ക്. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അതെ, ഇത് ദൈവവചനത്തിന്റെ പഠിപ്പീരാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ക്രിസ്തു സഭയ്ക്ക് തലയായി ഇരിക്കുന്നത് പോലെ. ഇത് കേൾക്കുമ്പോ എല്ലാ ഭർത്താക്കന്മാർക്കും ദുഃഖമാണോ? നമുക്കൊരു സന്തോഷവും ഒരു ഗമയൊക്കെയാ അല്ലേ? പറ ഡോക്ടറെ, ഒന്നുകൂടെ ഊന്നൽ കൊടുത്ത് പ്രസംഗിക്ക്, ഇവള് കേക്കണം ഇത് അല്ലേ എന്നാ നമ്മൾ ചിന്തിക്കുന്നേ. പക്ഷേ ക്രിസ്തു സഭയ്ക്ക് തലയായി ഇരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? അല്ലേ, ഞാനാണ് ബോസ് എന്ന് പറഞ്ഞ് ഇവളെ പീഡിപ്പിക്കുന്ന ഒരു അനുഭവമല്ല നമ്മളവിടെ കാണുന്നത്. ജീവൻ കൊടുത്ത് സ്നേഹിച്ചു. ഹല്ലേലൂയ. അതാ നമ്മൾ അതിൻ്റെ താഴോട്ട് വായിക്കുന്നത്. അപ്പൊ ഭർത്താവ് സ്നേഹിക്കണം. 25-ാം വാക്യം വായിച്ച്, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അതെ, നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയത്തില്ലേ, നമ്മൾ ഇന്ന് യേശുവിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാ? യേശു ആദ്യം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാ. ഹല്ലേലൂയ. ആ സ്നേഹം പ്രകടമാക്കിയത് കൊണ്ടാണ് നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ കഴിയുന്നത്. അപ്പൊ എപ്പോഴും ദൈവത്തിന്റെ ക്രമത്തിൽ തല പുരുഷനാണെന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന്റെ സകല ഉത്തരവാദിത്തങ്ങളും ലീഡർഷിപ്പ് എടുക്കേണ്ടുന്നത് ഒരു പുരുഷനാണ്. ഹല്ലേലൂയ.
സ്നേഹിക്കണം. ക്രിസ്തു സ്നേഹിച്ചതുപോലെ. നമ്മുടെ സമൂഹത്തിലുള്ള വലിയൊരു പ്രോബ്ലമാണ് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അപ്പനോ അമ്മയോ തമ്മിലുള്ള ബന്ധത്തിനകത്ത് നമ്മൾ അത് ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്കത് അറിയത്തില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒത്തിരി സ്നേഹം കാണും, പക്ഷെ പ്രകടിപ്പിക്കാത്ത സ്നേഹം സ്നേഹമല്ല. ഹല്ലേലൂയ. സ്വർഗത്തിലിരുന്നുകൊണ്ട് ദൈവം നിങ്ങളോട് എനിക്ക് ഒത്തിരി സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നോ? അല്ല. ഈ ഭൂമിയിലേക്കൊരു മനുഷ്യനായി വന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു, തൻ്റെ രക്തം ചീന്തി, അല്ലേ? അപ്പൊ ഈ സ്നേഹം പ്രകടിപ്പിക്കണം, ഈ സ്നേഹം അത് കാണിക്കണം. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് കീഴ്പ്പെടാൻ ഭാര്യയ്ക്ക് ഒത്തിരി എളുപ്പമാണ്. ഹല്ലേലൂയ. സ്നേഹിക്കാത്ത ഒരു ഭർത്താവിനെ കീഴ്പ്പെടാൻ ഭാര്യമാർക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും കീഴ്പ്പെടണം. പക്ഷെ പിന്നെ അവിടെ അങ്ങ് സമർത്ഥമാണ്. ഫോഴ്സ് ഉപയോഗിച്ച് ഭാര്യയെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ നമ്മളങ്ങ് സമർത്ഥം ചെലുത്തണം. അപ്പൊ ഇത് ഓർക്കണം. ദൈവം വെച്ചിരിക്കുന്ന ഒരു ഓർഡർ ഇങ്ങനെയാണ്. പുരുഷനാണ്. രാവിലെ പാസ്റ്റർ അത് ഓർമ്മിപ്പിച്ചു. ഒത്തിരി വീടുകളിലും ചർച്ചിൽ വരാനും പ്രാർത്ഥനയ്ക്കും വീട്ടിലെ കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്കും എല്ലാം മുൻകൈ എടുക്കുന്നത് സാധാരണ സഹോദരിമാരാണ്. കാരണം ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ, അല്ലേ, ദൈവം ആദ്യമേ ആദാമിനെയാണ് സൃഷ്ടിച്ചത്. ആദാമിനെ സൃഷ്ടിച്ചിട്ട് ദൈവം ആദ്യമേ ആദാമിന് ഭാര്യയല്ല കൊടുത്തത്. ദൈവം ആദ്യമേ ആദാമിന് എന്തുവാ കൊടുത്തത്? ജോലി ചെയ്യാൻ കൊടുത്തു, ഒരു തോട്ടം കൊടുത്തു. പക്ഷെ ഒരു സ്ത്രീയെ സൃഷ്ടിച്ച സ്ത്രീ ആദ്യം കണ്ണു തുറന്നപ്പോൾ ആരെയാ കണ്ടത്? ആദാമിനെയാ കണ്ടത്. ഒരു സ്ത്രീയുടെ ഉള്ളിൽ കുടുംബം, ഭർത്താവ്, മക്കൾ, ഭവനം എന്ന് പറയുമ്പോൾ അവൾ അതിനെ ഏറ്റവും അധികമായി ചേർത്ത് പിടിക്കുന്ന ഒരു വിഷയമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി അവരുടെ ഉള്ളിലേക്ക് കുടുംബജീവിതം എന്ന് പറയുന്നതല്ല ആദ്യം വരുന്നത്. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ചില കാര്യങ്ങൾ ചെയ്തങ്ങ് പോണം. ഇതാണ് സാധാരണ ആൾക്കാരുടെ ഉള്ളിൽ വരുന്ന ഒരു പ്രവണത. പക്ഷേ നമ്മളിത് മനസ്സിലാക്കണം. ഒരു വിവാഹ ജീവിതത്തിലേക്ക് കയറുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. ഒരു ഭാര്യയെ കിട്ടുന്നവൻ നന്മ കിട്ടുന്നു എന്ന് പറയുമ്പോഴും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ക്രിസ്തുവിൻ്റെ ആ റോളിലേക്കാണ് ആ ഒരു പുരുഷൻ വരുന്നത്. എഫേസ്യർക്ക് 5-ാം വാക്യത്തിൽ പറയുന്ന ഭാര്യമാരെ നമുക്കൊന്നുകൂടി വായിക്കാം. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ, അല്ലേ? മിക്ക ഭവനത്തിലും ദൈവത്തിന് അല്പസ്വല്പമൊക്കെ അറിയാവുന്ന ആൾക്കാർ എന്ത് ചെയ്യും? വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഭർത്താക്കന്മാർ സാധാരണ എന്താ ചെയ്യുന്നത്? അവരുടെ ഭാര്യമാരെ കീഴ്പ്പെടുത്തുവാനുള്ള ശ്രമമാണ്. എങ്ങനെയെങ്കിലും ഇടി വചനം എങ്ങനെയാണല്ലേ പറയുന്നത്? നീ കീഴ്പ്പെട് എന്നുള്ള രീതിയിൽ ഭാര്യമാരെ കീഴ്പ്പെടുത്തുവാനുള്ള ശ്രമം പുരുഷന്മാർ അവസാനിപ്പിക്കുക. നമുക്ക് വഴക്ക് പറഞ്ഞ്, അല്ലേ, ഫോഴ്സ് ചെയ്ത് അവരെ കീഴ്പ്പെടുത്തുവാൻ, കീഴടക്കുവാൻ കഴിയുകയില്ല, പാടില്ല. നാം ഈ ദൈവത്തിന്റെ സത്യം കാണുമ്പോൾ ഒരു കുടുംബജീവിതം ഏറ്റവും മനോഹരമായി തീരുന്നത്, ഒരു ദാമ്പത്തിക ബന്ധം ഏറ്റവും മനോഹരമായി തീരുന്നത് രണ്ടുപേര്, പുരുഷനായിരിക്കുന്ന ഞാൻ, സ്ത്രീ ആയിരിക്കുന്ന എൻ്റെ ഭാര്യ, ഞങ്ങളുടെ ഹൃദയത്തിൽ സ്തോത്രം ഒരു ദാസ മനോഭാവം, വി കോൾ ഇറ്റ് എ സെർവൻ്റ് ഹാർട്ട്, ഒരു ദാസൻ്റെ ഹൃദയത്തിലുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ, ദൈവമേ അങ്ങയുടെ വചനം എനിക്കൊരു മാതൃക ഭർത്താവാകണം. എൻ്റെ ഭാര്യയുടെ പ്രതികരണം എന്താണെങ്കിലും അവൾ എങ്ങനെ എന്നോട് പെരുമാറിയാലും ഞാനൊരു ദാസഹൃദയം ഉള്ള, ദൈവത്തിൻ്റെ അതേ ഹൃദയമുള്ള ഒരു വ്യക്തിയുമായതുകൊണ്ട് എൻ്റെ ഭാര്യ കീഴടങ്ങിയാലും കീഴ്പ്പെട്ടില്ലെങ്കിലും അത് അവളും ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ്. എന്നോട് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തെ യേശു സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സാക്രിഫിഷ്യൽ ലവ്, അല്ലേ? എന്ന് പറഞ്ഞാൽ ത്യാഗപരമായ ഒരു സ്നേഹമാണ്. യേശു എന്ത് ചെയ്തു? തൻ്റെ ആവശ്യത്തെ, അല്ലേ, മാറ്റിവെച്ച് നമുക്ക് വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്ന ആ സ്നേഹമാണ് ഒരു പുരുഷനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഇറ്റ്സ് എ സാക്രിഫിഷ്യൽ.
താൻ തൻ്റെ ആവശ്യത്തെ, തൻ്റെ ഇഷ്ടത്തെ, തൻ്റെ കംഫർട്ടിനെ എല്ലാം മാറ്റിവെച്ച് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മരിക്കുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹം അല്ലേ? ഭർത്താക്കന്മാരെ അങ്ങനെയൊന്നും സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യമാരെ അങ്ങനെയാണോ സ്നേഹിക്കുന്നത്? നിങ്ങളെ മാറ്റിവെച്ച്, നിങ്ങളുടെ താല്പര്യം മാറ്റിവെച്ച്, നിങ്ങളുടെ കംഫർട്ട് മാറ്റിവെച്ച്, നിങ്ങളുടെ ചിന്തകൾ മാറ്റിവെച്ച്, ഇവളാണ് എൻ്റെ ലൈഫിൻ്റെ കർത്താവ് അല്ലേ? ആ ഒരു സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവിക ക്രമത്തിൽ ഒരു പുരുഷനെ ദൈവമാക്കിയിരിക്കുന്ന ഭാര്യ അത് തിരിച്ചറിയണം, അത് മാനിക്കണം. എങ്കിലും ഒരു ഭർത്താവ്, ഒരു പുരുഷനായ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നവർ കർത്താവെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ്. തുല്യരാണ്, ഞാൻ മിടുക്കനാണ് എന്നല്ല, തുല്യരാണ്. ഈ തുല്യരായിരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരിലും ദൈവമേ കൃപയാൽ അങ്ങയുടെ പ്ലാനിൽ, അങ്ങയുടെ രൂപരേഖയിൽ, അങ്ങയുടെ ആ ജ്ഞാനത്തിൽ, പരിജ്ഞാനത്തിൽ അങ്ങൊരു പുരുഷനെ ഭർത്താവാക്കി, കുടുംബത്തിന് തലയാക്കി ദൈവമേ അങ്ങ് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെ ഭയഭക്തിയോട്, താഴ്മയോട്, ഒരു ദാസ മനോഭാവത്തോട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തെ നന്നായി നിർവഹിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ കീഴ്പ്പെടലുള്ള ഹൃദയമാണെങ്കിൽ, ഒരു ദാസ മനോഭാവൻ്റെ ഹൃദയമാണെങ്കിൽ എനിക്കെൻ്റെ ഭാര്യയിൽ നിന്ന് എന്ത് കിട്ടും അല്ലേ? എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും, നീ എന്താണ് ഇത് ചെയ്യാത്തത് എന്നുള്ളൊരു മനോഭാവമല്ല. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്തു കൊടുക്കുവാൻ കഴിയും, എനിക്ക് അവൾക്ക് എങ്ങനെ ഒരു അനുഗ്രഹമായി തീരുവാൻ കഴിയും, എനിക്ക് എങ്ങനെ അവളെ സേവിക്കാൻ കഴിയും, എനിക്ക് അവളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും, എങ്ങനെ കരുതുവാൻ കഴിയും. ഞാൻ എന്നെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ദൈവത്തിന് മുമ്പാകെ എൻ്റെ ഭാര്യയോടുള്ള എൻ്റെ കടപ്പാട്, ദൈവമേ സ്തോത്രം, അവൾ എന്ത് ചെയ്താലും ചെയ്തില്ലേലും ദൈവമേ എനിക്ക് അങ്ങയുടെ വചനത്തെ, അങ്ങയുടെ മുമ്പാകെ ആ ഒരു ഹൃദയം. ഹല്ലേലൂയ. എത്ര പുരുഷന്മാർ അങ്ങനെ ആഗ്രഹിക്കും കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. നീ എൻ്റെ ഭാര്യയെ ചേഞ്ച് ചെയ്യുവാൻ, അവളെ പഠിപ്പിച്ച് കീഴടക്കുവാൻ, അവൾ അനുസരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യങ്ങൾ അല്ല. കർത്താവേ നിന്റെ മുമ്പാകെ എനിക്ക് ഒരു മാതൃകാ ഭർത്താവ്, അങ്ങനെ ആഗ്രഹിക്കുന്ന മാതൃകാ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തിങ്ങളെന്ന് പറഞ്ഞ കർത്താവേ സ്തോത്രം, ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ഹല്ലേലൂയ ഞാൻ അത് നന്നായി ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവേ. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലേ? ഇന്ന് മിക്ക കുടുംബങ്ങളിൽ ഭർത്താവ് പേരിന് വേണ്ടി ഒരു ഭർത്താവ്, പേരിന് വേണ്ടി ഒരു അപ്പൻ അല്ലേ? ഇന്ന് വലിയൊരു പ്രശ്നമാണ്, സമൂഹത്തിന് വലിയ പ്രശ്നമാണ്. അവർ മൊബൈലും കണ്ട് കളിച്ചും അല്ലേ, കുടിച്ചും അല്ലേ, ഉത്തരവാദിത്തം എടുക്കാതെ കുഞ്ഞുങ്ങളെ വളർത്താതെ. അപ്പോൾ നമ്മൾ ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം, സമയമില്ല, ഒരു ഭർത്താവിൻ്റെ റോള്, കടപ്പാട്, ഉത്തരവാദിത്തം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കരമാണ്. ഒരു ഭാര്യയെക്കാൾ ഒരു കുടുംബത്തിൽ വിഷയം വരുമ്പോൾ ആരെയാണ് ദൈവം ഉത്തരവാദിയാക്കുന്നത്? ഭാര്യയാണോ ഭർത്താവിനെയാണോ? ഭർത്താവിനെ. ആദം അവ്വയും പാപം ചെയ്തപ്പോൾ ദൈവം ആരെയാ വിളിച്ചത്? അവ്വ നീ എന്താ പാപം? അല്ല, ആദമേ നിന്നോടല്ലേ ഞാൻ ഇടപെട്ടത്, നിനക്കല്ലേ ഞാൻ വചനം തന്നത്, നിന്നെ അല്ലേ ഞാൻ ഉത്തരവാദിയാക്കിയത്. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ ഭാര്യ പ്രശ്നമായാലും മക്കൾ പ്രശ്നമായാലും അതിൻ്റെ ഉത്തരവാദിത്വം സ്തോത്രം ഹല്ലേലൂയ പുരുഷനെയാണ്. അതേപോലെ ഒരു കാര്യമാണ് ഇപ്പം പുരുഷന്റെ ഭാഗം പറഞ്ഞ പോലെ ഒരു സ്ത്രീ ആ ഒരു കീഴ്പ്പെടലിൻ്റെ മനോഭാവം, ഞാൻ പറയും അത് കുഞ്ഞുങ്ങൾ വീട്ടിൽ, പെൺകുഞ്ഞുങ്ങൾ ഭവനങ്ങളിൽ നമ്മുടെ മക്കളായി അവർ വളർന്നു വരുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കേണ്ടുന്ന ഒരു സ്വഭാവമാണ് അനുസരണം, കീഴ്പ്പെടൽ അല്ലേ? അപ്പനെയും അമ്മയും അനുസരിക്കാത്ത ഒരു പെൺകുട്ടി നാളെ ഭർത്താവിനെ അനുസരിക്കത്തില്ല. അത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഇത്രയും നാളും പറഞ്ഞാലും കേൾക്കത്തില്ല, മത്സര ബുദ്ധിയും കാണിച്ച് ഞാൻ പിടിക്കുന്നിടം ജയിക്കണം എന്നൊരു വാശിക്കകത്തൊക്കെ ആ ഒരു പെൺകൊച്ച് വളർന്നു വരുന്നെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് അവർക്ക് അത്ഭുതമൊന്നും പെട്ടെന്ന് സംഭവിക്കത്തില്ല. ഞാനത് പല സ്ഥലങ്ങളിൽ പറയുന്ന, നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ ഈ കൗൺസിലിംഗ് സെഷനുകളിൽ ഉണ്ടാകും. ഒരു പ്രത്യേക സ്ഥലത്ത് ഇതുപോലെ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിൽ ഭയങ്കര വഴക്കാണ്. അവരെ ഇങ്ങനെ വിളിച്ച് ഇരുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരുടെ കയ്യിലും പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരാൾ മുഴുവൻ ശരിയും ഒരാൾ മുഴുവൻ തെറ്റുമല്ല ഒരിക്കലും. അപ്പം ഈ കുട്ടിയുടെ വർത്തമാനം, ഇത് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ഈ കുഞ്ഞ്, ഈ ഭാര്യ കൊച്ച്. അവളുടെ വർത്താനം കേട്ടിട്ട് എനിക്ക് തന്നെ ഒരു ചെറിയ ഇറിറ്റേഷൻ വരുന്നുണ്ട്. ഇവള് നിർത്തിയിട്ട് വേണ്ടേ വല്ലതും നമുക്ക് പറയാൻ. എന്നിട്ട് ഞാൻ ഒരു തരത്തിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് പിന്നെ കിട്ടുന്നില്ല, നമുക്ക് എവിടെയും പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ ഈ ഭർത്താവിനെ വിട്ടിട്ട് അവളുടെ അപ്പനെയും അമ്മേനെയും വിളിച്ചു.
ശരി, അവിടെ വന്നിരുന്ന ഉടനെ നല്ല വിശ്വാസി കുടുംബം, പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ള ഒരു കുടുംബം, നല്ല കുടുംബം. വന്നിരുന്നതേ ഫാദർ എന്നോട് പറഞ്ഞ ഫസ്റ്റ് സെന്റൻസ്, ഡോക്ടറെ ഇവള് പണ്ടേ ഞങ്ങൾ പറഞ്ഞ കേക്കത്തില്ല, പിന്നെ അവൾ എന്ത് ചെയ്താലും അമ്മ അവൾക്ക് സൈഡ് നിന്നോളും. പിന്നെ നമ്മളിത് എവിടുന്ന് തുടങ്ങണം ഇല്ലയോ? അപ്പൊ അവിടെ വെച്ചേ തുടങ്ങണം. നമ്മുടെയൊക്കെ പെൺകുട്ടികൾ അവര് വളർന്നു വരുമ്പോൾ തന്നെ ഈ ഫെമിനിസത്തിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്. തിരുവനന്തപുരം സൈഡ് അധികം ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ വേറെ പല പല സ്പിരിറ്റാണ് പല പല ടെറിട്ടറികളിൽ. അതെന്താന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഇങ്ങനെ ഞങ്ങൾ ഒട്ടും കുറവല്ല, ഞങ്ങൾക്ക് പുരുഷന്മാരുടെ തുല്യ അവകാശം, അല്ലെങ്കിൽ അവരെക്കാൾ മിടുക്കരാണ്, ഞങ്ങൾ ചന്ദ്രനിൽ വരെ എത്തിക്കഴിഞ്ഞു, ഞങ്ങളെ ആർക്കും മാറ്റി നിർത്താൻ കഴിയത്തില്ല എന്നൊരു മനോഭാവം, ആ മത്സര ബുദ്ധി. ശരിക്കും പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും തമ്മിൽ മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവര് തമ്മിൽ മത്സരിക്കേണ്ട ഒരേ ആവശ്യവും ഇല്ല. ദൈവം അവരെ വ്യത്യസ്തമായി സൃഷ്ടിച്ചിരിക്കുന്നു. അവരവരുടെ ഉത്തരവാദിത്വം അങ്ങ് ചെയ്തു പോയാൽ മതി. അപ്പോ ഒരു സ്ത്രീക്ക് വേണ്ടുന്ന അത് വളർന്നു വരുമ്പോഴേ പെൺകുട്ടികളിൽ അത് വേണം, ആ സ്വഭാവം. അമ്മമാർക്ക് അപ്പന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. അവൾക്ക് എന്താ ഒരു കീഴ്പ്പെടലിന്റെ മനസ്സ് വേണം. ഹല്ലേലൂയ. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഭാര്യ കീഴ്പ്പെട്ടാലും ഇല്ലേലും ഭർത്താവ് സ്നേഹിക്കാൻ ബാധ്യസ്ഥനാണ് അല്ലേ? ഇന്ന് സഭ എന്തെല്ലാം കുഴപ്പം കാണിച്ചിട്ടും യേശു നമ്മളെ പിന്നെ സ്നേഹിക്കുമല്ലേ? അതേപോലെ ഒരു സ്ത്രീക്ക് എന്താണെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വീട്ടിലുണ്ടായി, എന്ത് കാര്യത്തിനും അവൾ എങ്ങനെ അവളുടെ അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ട് ജീവിച്ചോ, വിവാഹത്തിന് ശേഷം അവളുടെ ഭർത്താവ് പറയുന്നത് അവൾ അനുസരിക്കണം. ഹല്ലേലൂയ. അവൾ അനുസരിക്കണം. ഒരു ഫൈനൽ അതോറിറ്റി, എൻ്റെ വീടിൻ്റെ ഫൈനൽ അതോറിറ്റി എൻ്റെ ഹസ്ബൻഡ് ആണ് എന്നൊരു ബഹുമാനം ആ മനുഷ്യന് കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണ് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് കപ്പാസിറ്റിയിൽ വളരുന്നത്. ഒരു പ്രായോഗികമായിട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണം, ഒരു സ്ഥലം മേടിക്കണം, ഒരു വസ്തു മേടിക്കണം. അപ്പോൾ സാധാരണ പുരുഷന്മാർ ഓരോ സ്ഥലത്ത് ഓരോ ട്രെൻഡാണല്ലോ. പുരുഷന്മാർ ചോദിക്കത്തുമില്ല, പറയത്തില്ല. സാധാരണ ഒത്തിരി ആൾക്കാർ വന്നിട്ടും, പാസ്റ്ററെ പുള്ളി ഒന്നും ചോദിക്കാറില്ല പാസ്റ്ററെ, ഞാൻ ദുബായിൽ നിന്ന് അടുത്ത് ഒരു വളരെ വലിയ ഒരു കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് കോടികളിലാണ് അവരുടെ ബിസിനസ് നടക്കുന്നത്. പക്ഷെ പുള്ളിക്കാരത്തി വന്ന് വളരെ വിഷമത്തോട് പറയാം, വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷമായി, എന്നോട് എൻ്റെ ഭർത്താവ്, അവർ രണ്ടുപേരും കമ്പനിയിലാണ്, പുള്ളിക്കാരത്തി ആ കമ്പനിയിലൊരു പാർട്ട്ണറാണ്, മിടുക്കിയാണ്, അവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് എന്നോട് ഒരു കാര്യം പൈസ സംബന്ധമായി പുള്ളിക്കിഷ്ടമായി, പുള്ളി അതങ്ങ് ചെയ്തു, പുള്ളിക്കിഷ്ടമായി അവിടെ ഒരു കാര്യം ചെയ്തു, എന്നോട് ചോദിക്കുകയോ പറയുകയോ സംസാരിക്കുകയോ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്തില്ല. അങ്ങനെ ഒരു ട്രെൻഡാണ്. പക്ഷെ ദൈവവചനത്തിൽ ഒരു പുരുഷൻ തലയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എപ്പോഴും ദൈവത്തിൻ്റെ ഒരു മോഡലാണ്. തൃത്വത്തിൽ എങ്ങനെയാണോ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല പിതാവാം ദൈവം തീരുമാനങ്ങൾ എടുക്കുന്നത്, പുത്രനും പരിശുദ്ധാത്മാവിനോട് കൂടെ ആലോചിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണ് ഒരു കുടുംബ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കണമെങ്കിൽ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒരു ഈ സ്ഥലം നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു, നമുക്ക് മേടിച്ചാലോ. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അവർ പരസ്പരം ആശയവിനിമയം ചെയ്യുന്നു, കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുന്നു. അപ്പോൾ ഭാര്യ പറയും, വേണ്ട അച്ഛാ ഇത് വേണ്ട, ഇത് നമുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നു. ശരി, ഓക്കെ. അപ്പോൾ ആ ഒരു അഭിപ്രായം വന്നു. പക്ഷെ പുള്ളിയുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ്, ഇത് മേടിച്ചാൽ കൊള്ളാം, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതാണ് അല്ലേ, തീരുമാനങ്ങൾ. അപ്പോൾ ഒരു ഭാര്യ നോക്കിയേ, ഇല്ല ഒരു കാരണവശാലും ഇത് മേടിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ളൊരു ലാംഗ്വേജ് ആണെങ്കിൽ അതൊരു കീഴ്പ്പെടലിൻ്റെ ഒരു ഹൃദയമല്ല. അച്ഛാ എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ബോധ്യമാണുള്ളത്, ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കുകയില്ല. പിന്നെ ഞാൻ അച്ഛാനത് വിട്ടു തരുന്നു, അച്ഛൻ പ്രാർത്ഥിച്ച് തീരുമാനിച്ച് ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഹൃദയം ഞാൻ പറഞ്ഞു, ഞാൻ അടിച്ചേൽപ്പിക്കുകയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഭർത്താവിന്, ഒരു പുരുഷന്, തലയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താ തീരുമാനമെടുക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യം കിടക്കും. പല ഭവനത്തിലും എന്താ അഭിപ്രായം ചോദിക്കത്തില്ല, അവർക്ക് ഇഷ്ടമുള്ളത്. തെറ്റ്. രണ്ടാമത്, ഭാര്യ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഭാര്യയുടെ തീരുമാനം നടന്നില്ലെങ്കിൽ പിന്നെ അവിടെ വഴക്കാണ്, അവിടെ പ്രശ്നമാണ്, അവിടെ അടിയാണ്, അല്ലേ, പിണങ്ങിയിരിക്കും. അതും ശരിയല്ല.
എന്താണ്? ഒരു തീരുമാനമെടുക്കുമ്പോൾ ഭർത്താവും ഭാര്യയും ആശയവിനിമയം ചെയ്യുന്നു, ഭാര്യയുടെ ആശയം എന്താണെന്ന് കേൾക്കുന്നു. പക്ഷെ ഭർത്താവിന് തീരുമാനമെടുക്കുവാൻ ദൈവം മുമ്പാകെ ഭർത്താവ് ഏറ്റവും വലിയ ഉത്തരവാദിയാണ്. താൻ തെറ്റായിട്ട് തീരുമാനമെടുത്താൽ ദാറ്റ് പേഴ്സൺ ഇസ് റെസ്പോൺസിബിൾ ബിഫോർ. ആ ഒരു ഭയഭക്തിയോട് തൻ്റെ ഭാര്യ പറയുന്ന, തൻ്റെ മക്കൾ പറയുന്ന ആ കാര്യങ്ങളെല്ലാം ഇൻപുട്ട് എടുത്തിട്ട്, സ്തോത്രം, ദൈവം മുമ്പാകെ ദൈവം എനിക്ക് ആ ഒരു സ്ഥാനം തന്നിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തോട്, ഒരു ഭയഭക്തിയോട് വേണം നാം തീരുമാനമെടുക്കേണ്ടത്. ഞാനിങ്ങനെ പാസ്റ്റർ ഇച്ചിരും കൂടെ ഒരു വളരെ ശാന്തനായ ഒരാളാണ്. എനിക്കിങ്ങനെ വർത്താനം പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവ് സ്ത്രീകൾക്കാണല്ലോ കൂടുതൽ. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ എതിർക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന പോയിന്റിനകത്താണ് നല്ല കാര്യമുള്ളത് എന്ന് ഫലിപ്പിക്കാൻ ഞാനിങ്ങനെ കുറേ കാര്യം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടി, പാസ്റ്റർ പറയുന്ന പോയിന്റാണോ നല്ലത്, ഞാനാണോ നല്ലത് എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ദൈവം ഇതിനെ കാണുമ്പം എന്താണെന്നറിയാമോ, ഇനി ഇപ്പോൾ ഒരല്പസ്വല്പം തെറ്റിയ തീരുമാനം ഈ ഭർത്താവ് പാപത്തിലേക്ക് പോകുന്നതോ ദൈവവചനത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ, ഇതുപോലുള്ള അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ഇത് മേടിക്കണോ അത് മേടിക്കണോ, ഇപ്പം ചെയ്യണോ പിന്നെ ചെയ്യണോ, ഇങ്ങനത്തെ കുറേ തീരുമാനങ്ങളുണ്ടല്ലോ. ഇനിയിപ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനം അല്പം സ്വല്പം തെറ്റിപ്പോയാൽ പോലും ദൈവം പുള്ളിയുടെ കൂടെ നിൽക്കത്തുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ദൈവത്തിന് അങ്ങനെ ഒരു വലിയ കാര്യമുണ്ട്. ദൈവം മോശയെ തിരഞ്ഞെടുത്ത്, ദൈവം മോശയ്ക്ക് വിക്കുണ്ടെങ്കിലും ശരി, കൂടുതൽ സംസാരിക്കാൻ അഹരോന കഴിവെങ്കിലും ശരി, ദൈവം ആരുടെ കൂടെ നിൽക്കത്തുള്ളൂ? അതങ്ങനെ അല്ലേ. അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ സാറായുടെ അത് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. 1-2 സാഹചര്യത്തിലൊക്കെ അബ്രഹാം ഒരുമാതിരി ചെയ്തുകൂടാത്ത പോലെ അല്ലേ. രാജാവിനെ കണ്ടിട്ട് പുള്ളിക്ക് പേടിയായിരുന്നോ എന്തുവായിരുന്നോ, ഭാര്യയാണെന്ന് പൂർണ്ണ സത്യം അവിടെ വെളിപ്പെടുത്തിയില്ല. എൻ്റെ സഹോദരിയാന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് അവളെ പിടിച്ചോണ്ട് പോയി. ആ സാറായുടെ ഉദാഹരണം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ സാറായെ പോലെ ആകണം എന്ന്. ആ ഭാഗമൊക്കെ പഠിച്ച സമയത്ത് ഒരു പ്രാവശ്യം ദൈവം എന്നെ കാണിച്ചു ഒരു കാര്യം. ഞാൻ ഓർത്തു, നമ്മളായിരുന്നെങ്കിൽ ഇയാൾ ഒരു കഴകത്തും ഇല്ലാത്ത മനുഷ്യനാണ്. നമ്മൾ എന്തെല്ലാം നമ്മൾ പറയും, അവർ മിണ്ടാതെ അല്ലേ അവിടെ ചെന്നു. തക്ക സമയത്ത് സാറായിക്ക് വേണ്ടി, അബ്രഹാമിന് വേണ്ടി ആര് സംസാരിച്ചു? ആ രാജാവിന് കൈവയ്ക്കാൻ പോലും ദൈവം. എനിക്ക് ഏറ്റവും ആശ്ചര്യമുണ്ടായത് എന്താണെന്നറിയാമോ, ആ സാഹചര്യത്തിൽ പോലും ദൈവം പറയുന്നില്ല രാജാവിനോട് ഇവളെ ഒന്നും ചെയ്യരുത്. എന്തോ ചെയ്യാനായി, അബ്രഹാം ഒരു ബോധമില്ലാത്ത ഒരു ഭർത്താവായി പോയി. അങ്ങനാണോ പറയുന്നത്? എന്തുവാ രാജാവിനോട് പറഞ്ഞത്? വായിക്കണേ, പോയി ഇന്ന് വായിക്കണം. എന്തുവാ പറഞ്ഞത്? എൻ്റെ ദാസനായ അബ്രഹാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായ വലിയൊരു സത്യം, ദൈവം തെരഞ്ഞെടുത്ത് അധികാര സ്ഥാനത്താക്കി വെക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രത്യേക ഫേവറും പ്രൊട്ടക്ഷനും അവരുടെ മേലുണ്ട്. അവരെ അനുസരിക്കണം, അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. നമ്മുടെ ഐഡിയ കുറച്ചുകൂടെ നല്ല ഐഡിയ ആണെങ്കിലും അതൊന്ന് ഒതുക്കി പിടിക്കുന്നതാണ് നല്ലത്. പറയാം, പക്ഷെ ഫൈനൽ അങ്ങനെ ജീവിത അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചു. എനിക്കൊരു ദൈവഭയം വന്നു. ഞാൻ ചില സമയത്ത് ഇച്ചിരിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മിണ്ടാതിരുന്ന് പാസ്റ്റർ ചിലപ്പോൾ കേൾക്കും. അപ്പോൾ പറഞ്ഞ് നമ്മുടെ പോയിന്റ് ജയിക്കാറായി എന്ന് തോന്നുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു പേടി വരും. എൻ്റെ ദൈവമേ, പിന്നെ ഞാൻ പറയും, ഞാൻ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ, അങ്ങനെ ചെയ്യല്ലേ. പറഞ്ഞ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ, അങ്ങനെ ചെയ്യല്ലേ. പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്ത് പറയുന്നു അത് ചെയ്താൽ മതി. അല്ലേ ഇതിൻ്റെ തിരിച്ചടിയൊക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ദൈവഭയമായ എൻ്റെ ഉള്ളില്. മനസ്സിലായോ? അത് സഹോദരിമാർക്ക് വേണം. അപ്പോൾ ആ ദൈവം വെച്ചിരിക്കുന്ന ക്രമം അത് ഭർത്താവിൻ്റെ കഴിവോ ഗുണമോ അല്ല. മനസ്സിലായോ? മോശയ്ക്ക് വിക്കുണ്ടായിരുന്നു, അങ്ങനെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ പറ്റുന്നു. അപ്പോൾ അഹരോനും മിരിയവും എല്ലാം കൂടി ഇങ്ങോട്ട് വന്നു.
ആ ഇയാൾ മാത്രമേ ദൈവശബ്ദം കേൾക്കുന്നുള്ളൂ, ഞങ്ങളും കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. ദൈവം എന്തുവാ ചെയ്തത്? കുഷ്ഠം പിടിച്ചവർക്ക്, ഇല്ലയോ? അങ്ങനെ ദൈവം അധികാര സ്ഥാനത്ത്, അത് വീട്ടില് ഹസ്ബൻഡ്, ചർച്ചില് പാസ്റ്റർ, ജോലി സ്ഥലത്ത് നമ്മുടെ മേളിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരം ഈ ഭൂമിയിലില്ല. റോമാലേഖനം 13-ാം അധ്യായമാണത്. ഒരു നല്ല പുസ്തകമുണ്ട്, അത് മലയാളത്തിൽ തർജ്ജമയുണ്ടോ, അതോറിറ്റി ആൻഡ് സബ്മിഷൻ. വാച്ച്മാൻ നീയുടെയാണെന്ന് ചോദിച്ചത്. വളരെ ക്ലാസിക് ഒരു ബുക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ആ ഒരു പിന്നെ ഞാൻ എപ്പോഴും ഇതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ്, അനനിയാസും സഫീറയും പോലെ അങ്ങനെയും ആവരുത്. അവിടെ എന്തുവായിരുന്നു? അവിടെ ഭയങ്കര ചേർച്ചയും ഭയങ്കര കീഴ്പ്പെടലുമായിരുന്നു. പരിശുദ്ധാത്മാവിനെതിരായി പ്രവർത്തിക്കാൻ രണ്ടുപേരൂടെ ഒത്തു. അങ്ങനെ ഒക്കണമായിരുന്നോ? പാടില്ല. ഭർത്താവിനോട് കീഴ്പ്പെടണം, പക്ഷെ അതിലും വലിയ കീഴ്പ്പെടലാണ് യേശുവിനോട്, ദൈവത്തോടും ദൈവവചനത്തോടും. ഹല്ലേലൂയ. അപ്പൊ ആദ്യമേ അവന് മരിച്ചു വീണു അല്ലേ? രണ്ടാമത് ഈ ഭാര്യ കയറി, ആ കഥ അറിയാലോ എല്ലാവർക്കും. രണ്ടാമത് ഭാര്യ കയറി ചെന്നപ്പം അപ്പോസ്തലൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഒത്ത് പരിശുദ്ധാത്മാവിനെതിരായി പ്രവർത്തിക്കാൻ? അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ ഒരു ഒക്കൽ വേണ്ട. അവക്കെങ്കിലും ഒരു ബോധം വേണമായിരുന്നു പറയാൻ. എന്തുവാ? ചെയ്യല്ലേ അച്ചായ, അങ്ങനെ ചെയ്യല്ലേ. നമ്മൾ സ്ഥലം വിറ്റ് പൈസ ഇത്രയും കൊടുക്കാമെന്ന് പറഞ്ഞതാ, നമ്മൾ ചെയ്യല്ലേ. ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ. അപ്പൊ ഭർത്താവിന് കീഴ്പ്പെടണമെന്ന് പറയുമ്പോ ചില ഭാര്യമാര് പിന്നെ ഇവിടെ ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യരുത്. മനസ്സിലായോ? അവർക്ക് ദൈവത്തോട് ഒരു ബന്ധവുമില്ല. ഭർത്താവ് വഴി ഒരു കണക്ഷൻ ഉണ്ടാക്കി പോകാൻ പാടില്ല.